കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലും കേരളത്തിന് അതിവേഗ റെയിൽ പ്രഖ്യാപനമില്ല. കേരളത്തെ തഴഞ്ഞെന്ന ആരോപണം തള്ളിയ അശ്വിനി വൈഷ്ണവ് 3795 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി വ്യക്തമാക്കി. പദ്ധതിക്കായി ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രതികരിച്ചില്ല. I always support the work which Dr. Sridharan is doing. Will Kerala get a high speed rail? Definitely all states. So this is a big jump, and as we go forward in this direction, many more cities will be connected by high speed. As we move towards Viksit Bharat, the railways is going to be a totally different trade. അതേസമയം പ്രഖ്യാപനമില്ലെങ്കിലും ഉത്തരവുകളില്ലെങ്കിലും അതിവേഗ റെയിൽ പദ്ധതിയുടെ തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഇ ശ്രീധരൻ. ഉത്തരവില്ലാതെ തന്നെ പൊന്നാനിയിൽ ഇ ശ്രീധരൻ അതിവേഗ പാതയ്ക്കായി ഓഫീസ് തുറന്നു. സർവേ ചെയ്യാണെങ്കിൽ DMRC ഏൽപ്പിക്കാതെ നല്ലത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. ശ്രീധരൻ വന്ന് സർവീസ് ചെയ്യുന്നു, DPR ചെയ്യാൻ പോകുന്നത് അത് DMRC ഏൽപ്പിക്കുക. അത് പറഞ്ഞിട്ട് അന്ന് അവിടെ കൊടുത്തിരിക്കണം, ഡൽഹി കൊടുത്തിരിക്കണേ. അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. പി ആർ സുനിലാണ് അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. പ്രധാനമായിട്ടും അറിയേണ്ടത് പൊന്നാനിയിൽ ഓഫീസ് തുറന്ന ഇ ശ്രീധരനെ DMRC ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ, DMRCക്ക് അങ്ങനെയൊരു ഉത്തരവ് റെയിൽവേ നൽകിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. നമ്മളുടെ നേരിട്ടുള്ള ചോദ്യത്തിന് അശ്വിനി വൈഷ്ണവ് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? അരുൺ, കേരളത്തിന്റെ അതിവേഗ റെയിൽപാത സംബന്ധിച്ച് ഇ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിൽ തുടരുന്ന തർക്കങ്ങളിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കാതെയുള്ള പ്രതികരണമാണ് ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയത്. ഇ ശ്രീധരന് കേരളത്തിലെ റെയിൽവേ മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയാം. ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇ ശ്രീധരന് എല്ലാ പിന്തുണയും എന്ന് മാത്രമാണ് റെയിൽവേ മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരണമായി പറഞ്ഞത്. അതേസമയം കേരളത്തിന് അതിവേഗ റെയിൽപാതയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സംസ്ഥാന സർക്കാരിനോട് പോയി ചോദിക്കൂ എന്നായിരുന്നു റെയിൽവേ മന്ത്രിയുടെ മറുപടി. ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി DPR തയ്യാറാക്കാൻ ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും റെയിൽവേ മന്ത്രി മറുപടി നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്ന സാഹചര്യം ഒക്കെ തന്നെ ചോദിച്ചുവെങ്കിലും ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വാർത്താ സമ്മേളനത്തിൽ നിന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കാൻ റെയിൽവേ മന്ത്രി തയ്യാറായില്ല. ഏതായാലും ഇ ശ്രീധരൻ പറയുന്നത് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് താൻ DPR തയ്യാറാക്കാനുള്ള ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. പക്ഷേ അത് ഔദ്യോഗികമായി പറയാനോ സ്ഥിരീകരിക്കാനോ കേന്ദ്ര റെയിൽവേ മന്ത്രി തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.